ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഇവിടെ ഒരു മേക്ക് ഓവർ ചെയ്യുന്നതാണ്. അപ്പൊ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതൊക്കെ ഒന്ന് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്ത് വെക്കണാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പൊ ഈ ചെടികളൊക്കെ ഒരു 4 ദിവസം മുന്നേ ഞാൻ പുതിയ ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പഴയ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെടികൾ തന്നെയാണ്. അപ്പൊ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചെന്നുള്ളൂ. പിന്നെ കുറച്ച് ചട്ടികളൊക്കെ പഴയ ചട്ടികളൊക്കെ കേടൊന്നൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെ നേരത്തെ ഉള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചെടിച്ചട്ടികളൊക്കെ ഇപ്പോൾ മഴ കാരണം ആകെ അതിൻ്റെ ഒക്കെ കേട് വന്നിട്ടുണ്ട്. പൂപ്പലൊക്കെ പിടിച്ചിട്ട് പെയിന്റൊക്കെ കളർ മങ്ങിയിട്ടൊക്കെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച 15 ചട്ടികളുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് മണ്ണ് നിറച്ചിട്ട് ആ ചെറിയ ചട്ടികളിലുള്ള റോസാ ചെടികളും ഇതൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിലേക്ക് ചേഞ്ച് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ അതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ റോസാ ചെടികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ അതുപോലെ ഈ 15 ചട്ടിയിലേക്ക് കൊള്ളുന്ന ചെടികൾ, അപ്പോൾ അതിൽ കുറച്ച് ചെടികളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇനിയും മാറ്റാനുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്നും ഞാൻ ഇതിലേക്ക് മാറ്റുന്നില്ല. കൂടുതലും പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്ത് എനിക്ക് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വെക്കാനുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചെടിച്ചട്ടിയൊക്കെ മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ പൂക്കൾ വിരിയുന്ന ചെടികൾ മാത്രമായിട്ടാണ് ഞാൻ 15 ചട്ടിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എല്ലാ ചെടികളും ഇതാ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ടുള്ള ചെടികളൊന്ന് ഞാൻ കാണിച്ചു തരാം. റോസാ ചെടികളാണ് എൻ്റെ റോസകൾ. അതായത് നാടൻ റോസ് ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ചെടികളൊക്കെ എൻ്റെ അത് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതിൻ്റെ മുന്നിലെ വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റോസാ ചെടികൾ കുറേ പോയതൊക്കെ. ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അതൊക്കെ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടില്ല. പിന്നെ മാറ്റിയിട്ടുള്ളത് ലെൻഡാന കേട്ടോ. ലെൻഡാന 4 കളറിലുള്ളത് ഞാൻ ഓരോ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. മൊത്തം എൻ്റെ കയ്യിൽ 5 കളർ ലെൻഡാന ഉണ്ട്. അപ്പോൾ അതിലൊന്ന് വള്ളിച്ചെടിയാണ്. അപ്പോൾ അത് ഞാൻ ഈ ചട്ടിയിലോട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഈ ഫ്രണ്ട് വശത്താണ് കേട്ടോ അറേഞ്ച് ചെയ്യാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ വെച്ചെന്നുള്ളൂ ആ ചെടികൾ. ഇപ്പോൾ ഈ ഒരു ചെടികളൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വശത്താണ് ഞാൻ അറേഞ്ച് ചെയ്യണത്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ചട്ടികൾ കണ്ടോ, അതിലാകെ പൂപ്പൽ പിടിച്ച് ആകെ ചളിയായിട്ടുണ്ട്. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള മഴ കാരണം ചെടിച്ചട്ടികളൊക്കെ പെയിൻ്റൊക്കെ പോയി അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് ആദ്യം പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണത് അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ ചെടിച്ചട്ടികളൊന്നും പെയിൻ്റ് അടിക്കണില്ല. ജസ്റ്റ് അവിടെ ആ ഫ്രണ്ടിൽ വെക്കാൻ മാത്രമല്ല കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചെടിച്ചട്ടികളൊക്കെ ഞാൻ അവിടെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതിലൊക്കെ പൂക്കൾ വിരിയുന്ന ചെടികളാണ്. ചട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് മിക്സ്ഡ് ആണ്, ഒരേപോലത്തെ ചട്ടികളൊന്നും അല്ല. എന്നാലും അതൊക്കെ ഞാനിപ്പോൾ പുതിയതായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു ലൈനായിട്ട് അവിടെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മളെ ബോഗൻ വില്ലകളും തെച്ചുകളാണ് കാര്യമായിട്ട് ഇതിലുള്ളത്.
പിന്നെ ഒരു മെലസ്റ്റോമൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ വെക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചെറിയ ചട്ടികളും വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എല്ലാ ചെടികളൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചാണ്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം മഴയൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ എന്തായാലും ചെടിച്ചട്ടിയിൽ നിന്നില്ലേ മണ്ണും ഇതൊക്കെ വീണിട്ടൊക്കെ അവിടെ ചപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക കേട്ടോ ആദ്യം ചെയ്യണത്. പോലെയൊക്കെ ഞാനിവിടെ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ വൃത്തിയാവണമെന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ പെയിൻറ്റൊക്കെ ഒന്ന് അടിക്കാനായിട്ടുണ്ട്. കാരണം ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഒക്കെ ആകെ ചീഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും കട്ട പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതാ നമ്മളെ ഈ ഒരു ബോഗൺവില്ല കണ്ടോ, അപ്പോൾ അതിലൊക്കെ നിറച്ച് ലീഫായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ലെയർ വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ ഒരു വലിയ ചട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫുള്ള് ഇവിടെ ഒരു ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴി മാത്രമേ വിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ചട്ടി തന്നെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ലെയർ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കളർ ചട്ടികളിലാണ് ലെയറായിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ അപ്പുറത്തേക്ക് പോകാനുള്ള വഴി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ ആ ഓരോ തൂണിലും വെച്ചിട്ടുള്ളത് നമ്മൾ 5 അരയില നമ്മൾ ആ തൂണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫേണാണ് 3 ഇവിടെ വെച്ചിട്ടുണ്ട് ഓരോ തൂണിനടുത്തായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ ചട്ടികളിലും പിന്നെ അതേപോലെ റോസാ ചെടികളുമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ചെടികളാണ് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു വലിയ ചട്ടിയിൽ സെറ്റാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ടെക്കോമൻ്റെ തന്നെ അങ്ങനെ കുറ്റിച്ചെടിയായിട്ട് വളരുന്നതല്ല, ഇത് കുറച്ചും കൂടി ഒരു ഹൈറ്റ് വെച്ച് പോണതാണ്, കുറച്ചൊരു വള്ളി പോലെ വളരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് റോസാ ചെടികളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബട്ടർ റോസും നാടൻ റോസും ഞാൻ വെച്ചിട്ടുള്ളത് അവിടെ ആ ഫ്രണ്ട് സൈഡിലാണ്. പിന്നെ ബാക്കിയുള്ള റോസുകളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നാടൻ റോസാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പനനീരിൻ്റെ ആ ഒരു ചെടി അതും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ കണ്ടപ്പോൾ നല്ല പോലെ തന്നെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ വളരുന്നുണ്ട് ഈ ചെടി. അപ്പോൾ ഞാനത് ജസ്റ്റ് തൂണൊക്കെ കൊടുത്തിട്ട് അതുമൊക്കെ പിടിച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു കമ്പ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പന്നീർ ചെടി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിലും തന്നെ അത്യാവശ്യം പൂക്കളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി വിസ്താരമുള്ള ചട്ടിയിലൊക്കെ മാറ്റിയതുകൊണ്ട് എന്തായാലും നല്ല പോലെ തന്നെ തളിർപ്പ് വരികയും പിന്നെ അതിലൊക്കെ പൂടും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ അരേലിയ കണ്ടോ. അപ്പോൾ അരേലിയ ഞാനിതിങ്ങനെ സെറ്റ് ചെയ്യണതും ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി സെറ്റ് ചെയ്യണമൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. അപ്പോൾ ഇതുണ്ടോ അരേലിയ നല്ല തിക്കായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചട്ടി തന്നെ ഇങ്ങനെ മൂടി വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേറെ ചെറിയ തൈകളായിരുന്നു, അത് മാറ്റി നടണമൊക്കെ ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസമൊക്കെ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ ചെടികളൊക്കെ ഉണ്ടോ, അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് ഇട്ടത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അത്യാവശ്യം വെയിലുള്ള സമയത്താണ് ഞാനിത് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്ര വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു ഭാഗം. അപ്പോൾ അതാ നമ്മൾ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞ് നല്ല പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പൂക്കാലത്തിന് വരവേൽക്കാൻ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പൂക്കൾ തന്നെ ഇപ്പോൾ തന്നിട്ടുണ്ട്. ഇനിയും ഇതിലേറെ പൂക്കൾ ഇത് വിരിയും. ഈ ഓരോ പൂക്കളിൻ്റെ സീസൺ കഴിയുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും വീണ്ടും പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.